നമ്മൾ പോയ ഇതുവരെ നമ്മളിപ്പോൾ ബീച്ചിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിൽ നമ്മൾ വേഗം പോവുകയാണ്. നല്ല വെയിലുണ്ട്. അതുപോലെ നമ്മളിങ്ങനെ ഇന്നലെ കണ്ട സ്ഥലം ഞാൻ ശരിക്കും കാണിച്ചു തരാം. ഇന്നലെ നമുക്ക് കാണിക്കാൻ പറ്റില്ല, ഇരുടായതുകൊണ്ട്. ഇതാണ് നമ്മൾ ഇന്നലെ കടന്ന ടെൻ്റ് അടിച്ച സ്ഥലം. ഇതൊരു ഹാളാണ് വരുന്നത്. ഈ പാർട്ടിക്കാരുടെ ഹാളിലാണ് നമ്മൾ പിന്നെ ടെൻ്റ് അടിച്ചത്. പിന്നെ ബാത്റൂം വരുന്നത്, ബാത്റൂം ഇതിൻ്റെ ഈ ഭാഗത്താണ്. ഇവിടെ ആയിട്ടൊരു ബാത്റൂമുണ്ട്. അതാണ് ഇതിൻ്റെ ബാത്റൂം ഉണ്ട്. പിന്നെ ഇവിടെ ഉള്ളൊരു ബാത്റൂം അത് പണി കഴിഞ്ഞിട്ടില്ലാണ്. നമ്മൾ ഒരു 6:30 ആകുമ്പോൾ നമ്മൾ അടിച്ചിട്ടുണ്ട്. 6:30 അടിച്ച് കുറച്ച് ഇപ്പോൾ നമ്മൾ പല്ല് കാര്യങ്ങളൊക്കെ തേച്ച് വന്നിക്കാണ്. ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടില്ല. അവിടെ റോഡ് സൈഡ് ആയതുകൊണ്ട് ഫുള്ള് വണ്ടികൾ പോയിട്ട്. പിന്നെ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മൾ തലയണ ആണെങ്കിൽ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു, മറ്റേ കാറ്റടിച്ച് വീർപ്പിക്കണത്. അത് ചെറിയൊരു ഓട്ടോ വന്നിട്ട് അതിലത്തെ കാറ്റ് ഫുള്ളും പോയി, തലയണയ്ക്കില്ല. പിന്നെ നമ്മൾ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ തലയണ പോലെ അഡ്ജസ്റ്റ് ചെയ്തത്. രാവിലെ കുറച്ച് തണുപ്പുണ്ടായി, രാത്രി നല്ല ചൂടായിരുന്നു. രാവിലെ മാത്രം കുറച്ച് തണുപ്പ് കാര്യങ്ങളുണ്ടായിരുന്നുള്ളൂ. നമ്മളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തു. ഇനിയിപ്പോൾ ഒന്ന് ഹോട്ടലിൽ പോയി ഒന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്ന് സാധനങ്ങളെല്ലാം പാക്ക് ചെയ്ത് നേരെ നമ്മൾ കണ്ണൂർക്ക് പോകണം. അപ്പം അങ്ങനെയാണ് നമ്മൾ സാധനങ്ങൾ ഫുള്ള് നമ്മളിവിടെ വെച്ചിട്ടുണ്ട്. നമുക്ക് കടയിലും തിന്നിട്ട് വരാൻ പറ്റും. മൊബൈല് ഇവിടെ ചാർജിലിട്ടിക്കണേ. അവിടെ പോയി കടി നിന്നിട്ട് ഇത് നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ തുറന്നിട്ടില്ല. കുറച്ച് കഴിഞ്ഞിട്ട് വരാം. അപ്പോൾ നമ്മൾ സൈക്കിളിൽ സാധനങ്ങൾ എല്ലാം നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. ലൊക്കേഷൻ കാര്യങ്ങളെല്ലാം റെഡി ആക്കിയിട്ടുണ്ട്. ഇനി 38 കിലോമീറ്ററിന് നമുക്ക് കണ്ണൂർക്ക് നമുക്ക് മെല്ലെ റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമുക്കിനി 33 കിലോമീറ്റർ കൂടിയാണ് നമുക്കിനി റൈഡ് ഉള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് പോയേക്കാം. നമ്മളിപ്പോൾ കുറേ നേരമായിട്ട് നമ്മൾ ലൊക്കേഷൻ ഇങ്ങനെ തെറ്റി കളിക്കുകയാണ്. ഇപ്പോൾ ലൊക്കേഷൻ ഒന്നും നമുക്ക് റെഡി ആവില്ല. അതുകൊണ്ട് നമ്മളിങ്ങനെ നോക്കിക്കാണ്. എന്തായാലും നമുക്ക് പോയേക്കാം. ലൊക്കേഷൻ ഓരോ സമയത്ത് ഇങ്ങനെ മാറിക്കൊണ്ട് നിൽക്കുകയാണ് ലൊക്കേഷൻ. അതിൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ ഹൈവേ കയറിയിരിക്കുകയാണ്. ഇവിടുന്ന് മട്ടന്നൂർക്ക് ഏകദേശം 4 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അവിടുന്ന് പിന്നെ കണ്ണൂർക്ക് സ്ട്രൈറ്റാണ് വരുന്നത്. നമുക്ക് എന്തായാലും പോയേക്കാം. 33 കിലോമീറ്റർ ഉണ്ട് നമുക്കിനി കണ്ണൂർക്ക്. അപ്പോൾ ഇനി നമുക്ക് കണ്ണൂർക്ക് 30 കിലോമീറ്റർ ഉണ്ട്. നല്ല ചവിട്ടി പോവാം നമുക്ക്. ഫുഡ് കഴിക്കാമല്ലോ. അല്ല കഴിച്ചു തന്നോ? വെള്ളം എന്തെങ്കിലും? അല്ല വെള്ളം വന്നോ? എവിടെ സ്ഥലം? നമ്മൾ വയനാട് മേപ്പാടി. എവിടുന്ന് ഇറങ്ങിയതാ? മേപ്പാടി തന്നെ. അപ്പോൾ ഇനി നമുക്ക് കണ്ണൂർക്ക് 28 കിലോമീറ്ററാണ് ഉള്ളത്. ബാംഗ്ലൂർക്കൊക്കെ 286 കിലോമീറ്റർ ഉണ്ട്. പൊന്നെ. അപ്പോൾ നമ്മൾ അടുത്തോട്ടാണ് പോകേണ്ടത്. അപ്പോൾ നമ്മളിപ്പോൾ റൈഡ് എന്നിട്ടിപ്പോൾ നമ്മളെ 2 കുപ്പിത്തെ വെള്ളം കഴിയാനയക്കുന്നു. ഒരു കുപ്പിത്തെ കഴിഞ്ഞ്. അപ്പോൾ ഒരു കുപ്പിത്തിന് 1/2 ബോട്ടിൽ ഇവിടെ ഉള്ളൊരു കള്ളിച്ചാപ്പുണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് നമുക്ക് വെള്ളം നിറച്ച് തരാം. ഇനി അഥവാ ഫ്രണ്ടിൽ ഹോട്ടൽ കാര്യങ്ങളില്ലെങ്കിൽ നമുക്ക് വെള്ളത്തിന് നമ്മൾ പൈസ കൊടുത്ത് വാങ്ങേണ്ടി വരും. അതാണ് ഈ വെള്ളം വാങ്ങിയിട്ട് നമുക്ക് മട്ടനിൽ ഒരാളല്ലോ? ഒരാളുള്ളൂ. കണ്ണൂർ കാസർഗോഡ് അങ്ങനെ. കണ്ണൂർ കാസർഗോഡ്.
ആ കണ്ണൂർക്ക് 15 കിലോമീറ്ററാണുള്ളത്. നമ്മൾ അധികം വീഡിയോ കാര്യം എടുക്കാത്ത പറഞ്ഞാൽ ഫുള്ള് കയറ്റം ഇതൊക്കെ ആയിട്ടുള്ള റോഡാണ്. നമുക്ക് നല്ല വ്യൂ ഉള്ള സ്ഥലം, അങ്ങനത്തെ സ്പോട്ടുകളൊന്നും ഇല്ല. അതുകൊണ്ടാണ് നമ്മൾ വീഡിയോ കാര്യങ്ങളൊന്നും എടുക്കാത്തത്. ഫുള്ള് മെയിൻ റോഡായതുകൊണ്ട് നമ്മൾ കണ്ണൂർ കോട്ടേൻ്റെ അങ്ങോട്ട് പോകുന്നുണ്ട് നമ്മൾ. അപ്പോൾ നമ്മൾ വീഡിയോ കാര്യങ്ങളൊക്കെ നമ്മൾ എടുക്കും. അപ്പോൾ വെച്ചാൽ ഇനി നമുക്ക് 14 കിലോമീറ്ററാണ് നമ്മൾ കണ്ണൂർക്കുള്ളത്. നമ്മളിങ്ങനെ കോഴിക്കോട് ഇപ്പോൾ ഇവിടെയാണ് നല്ലൊരു കയറ്റാണുള്ളത്. ഈ ഭാഗത്താണ് ഒടുക്കത്തെ ഒരു കയറ്റാണുള്ളത്. നല്ല മരമുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് പോയിട്ട് അങ്ങനെ നമ്മൾ നിൽക്കുകയാണ് ഇവിടെ. അപ്പോൾ വെച്ചാൽ ഇനി കണ്ണൂർക്ക് 12 കിലോമീറ്ററാണ് നമുക്കുള്ളത്. നമ്മളിപ്പോൾ ഒരു ബസ് സ്റ്റോപ്പിൽ റെസ്റ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ഇപ്പോൾ സമയം 10:52 ആയിക്കണ്. ഇപ്പോൾ നമ്മളെന്തായാലും ഒരു 12:30 1 മണിക്കൊക്കെ കഴിക്കുക നമ്മൾ ഫുഡ് കഴിക്കുക. രാവിലെ നമ്മളൊരു 8 മണിക്കാണ് ഫുഡ് കഴിച്ചത്. റൈഡ് സ്റ്റാർട്ട് ചെയ്തത് നമ്മൾ 8:15 നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്തത്. 10:53 വരെയൊക്കെ നമ്മളിപ്പോൾ റൈഡ് സൈക്കിൾ ചവിട്ടിയിരിക്കണേ. പിന്നെ 12 കിലോമീറ്റർ കൂടി ഉണ്ട് നമ്മളെ കണ്ണൂർക്ക്. ഇപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടി നിർത്തിയിരിക്കുകയാണ്. വെച്ചാൽ നമ്മളിപ്പോൾ അടുത്തൊരു ബസ് സ്റ്റോപ്പിൽ ഇരിക്കുകയാണ്. വെയിലായിട്ട് ഫുള്ള് കയറ്റം വന്നാക്ക് ചവിട്ടി ചവിട്ടി മതിയായി. മേലൊക്കെ ഒരു തണുപ്പ് തളരുന്ന പോലെയൊക്കെ ആവുക. നമ്മളിൻ്റെ ഇവിടെ കുറച്ച് കഴിഞ്ഞിട്ട് പോകാം. ഇനി നമ്മൾ പോയാൽ അവിടെ വീകും. അതിൻ്റെ അപ്പുറത്തായിട്ട് ഒരു കുടുംബശ്രീൻ്റെ ഒരു ഹോട്ടലുണ്ട്. ആ ഫ്രണ്ട് കാണുന്നത്. അപ്പം ചിലപ്പോൾ അവിടെ ഫുഡ് കഴിച്ചിട്ട് പോവാം. പറ്റില്ല. സൂരജ് എൻ്റെ പേര് കണ്ണൂർ കാസർഗോഡ്. എൻ്റെ പേര് ഇപ്പോൾ നമ്മൾ കണ്ണൂർക്ക് നമുക്ക് 5 കിലോമീറ്റർ ആയിട്ടുണ്ട് നമുക്ക്. ഇപ്പോൾ ഈ മൂപ്പര് നമുക്കിപ്പോൾ ഇളനീ വാങ്ങി തന്നിക്കാണ്. ഇപ്പോൾ മൂപ്പര് ബ്രേക്ക് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വെച്ചാൽ നമ്മൾ മട്ടന്നൂർ എത്താൻ നേരത്ത് ഒരു ചങ്ങായി വന്നിട്ട് 2021 ഓൾ കേരള സൈക്കിൾ അടിച്ച ചങ്ങായാണ്. മുപ്പൻ്റെ കാറിൽ വന്നിട്ട് മുപ്പത് കുറേ ചോദിച്ചു, ഫുഡ് വാങ്ങി തരട്ടെ, അങ്ങനെ കുറേ വെള്ളം വാങ്ങി തരട്ടെ, അങ്ങനെ കുറേ ചോദിച്ചു. പിന്നെ നമ്മളാണെങ്കിൽ നമ്മളപ്പോൾ ഫുഡ് കഴിച്ചിട്ട് വന്നിട്ടുള്ളൂ രാവിലത്തെ. അപ്പം അതുകൊണ്ട് നമ്മൾ വേണ്ട, പിന്നെ അവിടെ നിന്ന് കഴിക്കാറിട്ട് ഇപ്പോൾ വന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കരിമ്പ് ജ്യൂസ് കുടിച്ചു. കരിമ്പ് ജ്യൂസൊക്കെ കുടിച്ച് കുറച്ച് ഫ്രണ്ടിൽ വരുമ്പോൾ ഒരു ചങ്ങായി വന്ന് ഓട്ടോറിക്ഷയിൽ. അപ്പോൾ മൂപ്പര് പോയിട്ടുള്ളൂ. മൂപ്പര് വന്നിട്ട് കരിമ്പ് ജ്യൂസ് വാങ്ങി തന്ന് പിന്നെ കരിമ്പ് ജ്യൂസല്ല, ഈ ഇളനീ വാങ്ങി തന്ന് മൂപ്പര് ഓട്ടോറിക്ഷയിലൊക്കെ ഇങ്ങനെ ട്രിപ്പ് പോകണ ചങ്ങായാണ്. മൂപ്പര് ചൂരമല അങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ട് ട്രിപ്പിൽ. അതിൽ തന്നെ ബെഡ് കാര്യങ്ങളൊക്കെ ഇട്ട് സ്റ്റേ ചെയ്യണ പോലെ കാരവാൻ പോലെ ഓട്ടോറിക്ഷ സെറ്റ് ചെയ്തിട്ട് മൂപ്പര് അങ്ങനെ വന്നിട്ട് മൂപ്പരുടെ കയ്യിലാണെങ്കിൽ എല്ലാ സാധനങ്ങളും ഉണ്ട്. വണ്ടി നന്നാക്കണ എല്ലാ പാർട്സും ഉണ്ട്. മൂപ്പര് തന്നെ വന്നിട്ട് നമ്മളെ ഈ ഹാൻഡിലിൻ്റെ ബെയറിങ് കുറച്ച് ലൂസ് ഉണ്ടായിരുന്നു, അത് നന്നാക്കി തന്ന്. പിന്നെ ഫ്രണ്ടത്തെ ബ്രേക്കിൻ്റെ കേബിളൊന്ന് മുറിച്ചിട്ട് ചെറുതാക്കിയിട്ട് റെഡിയാക്കി തന്നു. അത് ഒറ്റൊരു 2 ലൈനിലാണ് ആ ബ്രേക്ക് നിൽക്കേണ്ടത്. അപ്പോൾ അത് റെഡിയാക്കി തന്ന്. പിന്നെ വരുന്നത് ബാക്കത്തെ ബ്രേക്ക് നമുക്ക് റെഡിയാക്കി തന്ന്. ആ നല്ലൊരു പണിയാണ് മൂപ്പര് എടുത്തു തന്നത്. എന്നിട്ട് നല്ല ചങ്ങാട്ടോ മൂപ്പര്, നല്ല സ്വഭാവമാണ്. പിന്നെ ഇവിടെ കുറച്ച് അത് കഴിഞ്ഞിട്ട് ആ ഇളനീ കുടിച്ച് മേലേക്ക് വന്നത് മറ്റേ സീസിപ്പിൻ്റെ ഒരു ഇതുണ്ട്, മുന്തിരി ജ്യൂസിൻ്റെ. അവിടെ എത്തിയപ്പോൾ അവിടെ ഒരു ചങ്ങായി വിളിച്ച് ജ്യൂസ് കുടിച്ചിട്ട് പോകാമെന്ന്. ഞാൻ പറഞ്ഞ് ഞാൻ ഇപ്പോൾ കുടിച്ചുള്ളൂ, വേണ്ട പറഞ്ഞ് ഞാൻ വന്ന്. അത് കുടിച്ചിൻ്റെ വയറ് ടമ്പറാവും. എനിക്കിനി ഫുഡ് കഴിക്കാനാണ്, അതിന് കുറച്ച് വയറ് കാലിയാക്കണം. പിന്നെ നമുക്ക് മെല്ലെ ഇനിയിപ്പോൾ എത്ര 4 കിലോമീറ്ററാണ് നമ്മളെ കണ്ണൂർക്ക് റൈഡുള്ളത്. അപ്പോൾ നമുക്ക് മെല്ലനെ ഇപ്പോൾ നമ്മളിപ്പോൾ അങ്ങനെ കണ്ണൂർ നമ്മളങ്ങനെ എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളുള്ളത് ഇവിടെ കണ്ണൂർ ഫുട്ബോൾ സ്റ്റേഡിയത്തിൻ്റെ അവിടെയാണ് നമ്മളിപ്പോൾ ഉള്ളത്. അതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് പോലീസ് സ്റ്റേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മളിപ്പോൾ ആണെങ്കിൽ ഇവിടെ ഹോട്ടൽ കാര്യങ്ങളൊന്നും ഇപ്പോൾ നമ്മൾ കണ്ടിട്ടില്ല.
നമ്മുടെ സൈക്കിളിൽ ബ്രേക്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്. ബ്രേക്കിൻ്റെ ഫ്രണ്ടത്തെ പേട് പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കണം. സൈക്കിൾ ഷോപ്പ് ഇവിടെ ഇവിടെ നോക്കണം. പിന്നെ വരുന്നത് നമുക്ക് ഒന്ന് ഫുഡ് കഴിച്ചിട്ട് നമ്മൾ പയ്യാമ്പലം ബീച്ചിലേക്കാണ് നമ്മളിനി പോകാൻ പോണത്. അപ്പോൾ അങ്ങോട്ട് 2.7 കിലോമീറ്റർ ഉണ്ട് പയ്യാമ്പലം ബീച്ചിക്ക്. അപ്പോൾ ബീച്ചിൽ പോയിട്ട് പഴശ്ശിനിക്കടവ് പോകണമെന്നുണ്ട്. അപ്പം അങ്ങനെ പോയിട്ടാണ് നമ്മളിനി പോവുക. ഇതിൻ്റെ ഈ ഭാഗത്തായിട്ട് ഫുഡായിട്ടൊരു പോലെ സൈഡിൽ റോഡ് സൈഡ് ഫുള്ളും കടയാണ്. ഫുള്ള് തുണീൻ്റെ കടകളാണ് വരുന്നത്. ഹോട്ടലുണ്ട്. അപ്പോൾ കുറേ നോക്കി കണ്ടില്ല. അപ്പോൾ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്കിനി ബീച്ചിൽ പോവാം. വെച്ചാൽ നമ്മൾ ഹോട്ടലിൽ ഫുഡ് കാര്യങ്ങളൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ബീച്ചിലേക്കാണ് പോകാൻ പോകുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് ഇവിടുന്ന് ഏകദേശം 2 കിലോമീറ്റർ ആണുള്ളത്. എന്തായാലും പോയേക്കാം. ഇതുവരെ നമ്മളിപ്പോൾ ബീച്ചിൽ നിന്ന് ഇപ്പോൾ വന്നിട്ടുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ വേഗം പോവുകയാണ്. നല്ല വെയിലുണ്ട്. അതുപോലെ അപ്പോൾ വെച്ചാൽ ബീച്ചിൻ്റെ അവിടെയൊക്കെ ഒടുക്കത്തെ വെയിലാണ്. നമുക്ക് ഫോട്ടോ എടുക്കാൻ തന്നെ എന്തോ ഇതിൽ നമ്മൾ നിന്നത്. അപ്പോൾ അവിടെ പോയത് ബീച്ചുണ്ട്, അല്ലാതെ ഒടുക്കത്തെ വെയിലാണ്. അവിടെ അധികം നേരം നമുക്ക് നിൽക്കാനൊന്നും പറ്റില്ല. നമുക്കിനി കാസർഗോഡ് പോകണം. കാസർഗോഡ് നിന്ന് എന്തായാലും എത്തൂല. 84 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ പകുതി വരെയെങ്കിലും നമ്മൾ ചവിട്ടണം. എന്നാലും നാളെ നമുക്ക് എണിച്ചിട്ട് ചവിട്ടിയിട്ട് കാസർഗോഡ് എത്താൻ പറ്റുള്ളൂ. ഇന്ന് കണ്ണൂരിൽ വന്ന പോലെ അതേപോലെ. അപ്പോൾ ഇവിടെ അധികം നേരം നമുക്ക് നിൽക്കാൻ പറ്റൂല. ഒടുക്കത്തെ വെയിലാണ്. നമുക്കിനി റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വെച്ചാൽ ഇനി നമുക്ക് കാസർഗോഡ്ക്ക് 89 കിലോമീറ്ററാണ് നമുക്ക് കാസർഗോഡ്ക്ക് വരുന്നത്. നമ്മളെന്താ അത്രയും ചവിട്ടില്ല. നമ്മൾ പകുതി ചവിട്ടിട്ട് അതിൽ പെട്രോൾ പമ്പിൽ ടെൻ്റടിക്കാനാണ്. രാത്രി പെട്രോൾ പമ്പിൽ ടെൻ്റടിക്കും. ക്യാമറ വയനാട് പക്ഷേ നമ്മളിപ്പോൾ പാലത്തിൻ്റെ അവിടെ എത്തിക്കാണ്. നമ്മളിപ്പോൾ കാസർഗോഡ് പോയിക്കൊണ്ടിരിക്കണേ ഹൈവേയിലാണ് ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണേ. ഇപ്പോൾ നമ്മൾ ഏതോ ഒരു പാലത്തിൻ്റെ അവിടെ എത്തിക്കുകയാണ്. ആ സൂര്യൻ്റെ ആ വെളിച്ചമായിട്ടൊക്കെ അമ്മ അടിപൊളിയാണ്. ആ ഭാഗത്തൊക്കെ നല്ല ഇരിക്കാൻ പറ്റിയ സ്ഥലമൊക്കെ ഉണ്ട്. നമുക്ക് ടെൻറ്റിനാണിപ്പോൾ ഒരു ടെൻ്റ് അടിക്കപ്പോൾ എവിടെ സ്ഥലം കിട്ടിയിട്ടില്ല. നമ്മളിപ്പോൾ 3 പെട്രോൾ പമ്പറ്റ കയറി വന്നു. അവിടെ നിന്ന് ഒരു വേണ്ടെന്ന് പറഞ്ഞു ടെൻ്റ് അടിക്കാൻ പോലും വിടുന്നില്ല. ഇനി പഴയങ്ങാടി പെട്രോൾ പമ്പ് ഉണ്ട്, അവിടെ ഇനി പോയി നോക്കണം. അത് കഴിഞ്ഞിട്ട് അവിടെ ഇല്ലെങ്കിൽ 6 കിലോമീറ്ററാണ്, അവിടെ പോയിട്ട് നോക്കണം. അപ്പോൾ വെച്ചാൽ നമ്മളിപ്പോൾ 6 കിലോമീറ്റർ ചവിട്ടി വന്നിട്ട് ഇവിടെ ടെൻ്റ് അടിക്കാൻ ഇവിടെ പെട്രോൾ പമ്പിൽ ടെൻ്റ് അടിക്കാൻ ചോദിച്ചിരിക്കണേ. ഇപ്പോൾ ഒരാൾ നിൽക്കണേ. നമുക്ക് അവിടെ അടിക്കാനാണ് പറഞ്ഞത്. അവരവിടെ ആരത്തെ ചോദിച്ചിട്ട് വരാമെന്നാണ് പറഞ്ഞത്. ഇതും കൂടി കിട്ടിയില്ലെങ്കിൽ ആകെ കുടുങ്ങും. എനിക്ക് തീരെ പറ്റില്ല.
ഓന് നോക്കി നോക്കാം എന്താ അവസ്ഥന്ന്. ഇവിടെ കിട്ടും തോന്നുന്നു. കുറച്ചും കൂടി നല്ല സ്പേസ് ഉള്ള സ്ഥലമാണ്. അതുകൊണ്ട് നമുക്ക് ടെൻറ്റ് കാര്യങ്ങൾ അടിക്കാൻ നമുക്ക് സ്പേസ് കിട്ടിയായിരിക്കും. കിട്ടിയതല്ലായിരുന്നു. അപ്പോൾ ചേട്ടാ നമുക്കിവിടെ ടെൻ്റ് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു സ്ഥലമാണ് നമുക്ക് തന്നില്ല ടെൻ്റ് അടിക്കാൻ. നമ്മൾ ക്യാമറയുള്ള സ്ഥലമാണ് നമ്മൾ നോക്കണ്ടായത്. ക്യാമറ ഫോക്കസ് ചെയ്തിട്ട് അത് വലിയ സീനൊന്നുമില്ല. നമുക്കിത് കിട്ടിയത് തന്നെ എന്തൊരു വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ നമുക്കിനി ഇവിടെ ടെൻ്റ് അടിക്കാം. അപ്പോൾ നമുക്ക് നമ്മൾ വണ്ടിയുടെ സാധനങ്ങൾ ഫുള്ള് നമുക്ക് അയച്ചു മാറ്റാം. നമ്മൾ ട്രൈപോഡൊന്നും എടുക്കണം. നമുക്ക് ടെൻ്റ് അടിക്കണ വീഡിയോ ഒന്ന് എടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം ട്രൈപോഡൊന്നും എടുത്തിട്ട് വീഡിയോ ഒന്ന് എടുത്തിട്ട് പിന്നെ നമുക്ക് ബാക്കി സാധനങ്ങളൊക്കെ എടുത്ത് അയക്കാം. അപ്പോൾ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. നമുക്ക് നമ്മളെ സൈക്കിൾ സാധനങ്ങൾ ഫുള്ള് നമുക്ക് ഇതിൽ സെറ്റ് ചെയ്യാം. അപ്പോൾ വെച്ചാൽ നമ്മൾ ടെൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റേ എവിടെയാണ്? അപ്പോൾ നമ്മൾ തലേണൻ്റെ ഒരു ചെറിയ പ്രശ്നം മാത്രമേ ഉള്ളൂ. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്ക് നാളെ കാണാം.